എല്ലാ കൂട്ടുകാർക്കും തൗഹീദ് ക്ലാസിൻ്റെ 7-ാമത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ടതാണ് അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കൽ. നമുക്കറിയാം, മനുഷ്യന് 2 ജീവിതമുണ്ട്. ഒന്ന് ദുന്യാവിലെ ജീവിതം, 2 ദുന്യാവിലെ ജീവിതത്തിന് ശേഷം വരുന്ന മരണശേഷമുള്ള ജീവിതം. മനുഷ്യൻ്റെ ജീവിതം 2 ജീവിതമാണ്. ഒന്ന് നശ്വരമായിട്ടുള്ള, പെട്ടെന്ന് അസ്തമിച്ചു പോകുന്ന, 10-70 വർഷം മാത്രം ജീവിക്കുന്ന നശ്വരമായിട്ടുള്ള നൈമിഷികമായ ഈ ദുന്യാവിലെ ജീവിതം. പിന്നീട് മരണശേഷം വരുന്ന ദുഃഖകരമായ നമ്മൾ ചെയ്ത നന്മകളുടെയും തിന്മകളുടെയും ഹിസാബെടുക്കുന്ന ഒരു ജീവിതം. ദുന്യാവ് നന്മകൾ കൃഷി ചെയ്യാനുള്ള വീടാണ്. ഇവിടെ നിന്ന് നന്മകൾ കൃഷി ചെയ്ത് ആഖിറത്തിൽ ആ നന്മയുടെ പ്രതിഫലം നേടുക എന്നത് മാത്രമാണ് മനുഷ്യന് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാൾ കൊണ്ടുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെടുന്നത്. മനുഷ്യൻ്റെ ജീവിതം 2 ജീവിതമാണ്. ഹയാത്തുൻ നാസി, മനുഷ്യൻ്റെ ജീവിതം കിസ്മാനി, 2 വിധമുണ്ട്. ഒന്ന് ഹയാത്തുൽ അമലി ഫി ദുന്യ, ദുന്യാവിലെ കർമ്മനിരമിതമായ ജീവിതം. പിന്നെയോ ഹയാത്തുൽ ജസായി ഫിൽ ആഖിറ, പരലോകത്തെ പ്രതിഫല ജീവിതം. നമ്മൾ ഇവിടുന്ന് ചെയ്ത നന്മയുടെ ഫലമാണ് നമ്മൾ പിന്നീട് പരലോകത്ത് അനുഭവിക്കാൻ പോകുന്നത്. ഇനി എന്താണ് ദാറുൽ അമൽ? മാഹിയ ദാറുൽ അമൽ, പ്രവൃത്തിയുടെ വീടേതാ? ദാറുൽ അമലി, പ്രവൃത്തിയുടെ വീട് ഹാദിഹിൽ അർദു, ഈ ഭൂമിയാണ്. അല്ലത്തീ നഈശു ഫീഹ, നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്ത് പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇനിയോ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഈ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുക. മാഹിയ ദാറുൽ ജസാ, പ്രതിഫലത്തിൻ്റെ വീട് എന്താണ്? അദ്ദാറുൽ ആഖിറ, പരലോകത്തെ വീട്. അല്ലത്തി യുജ്സ, നമുക്ക് പ്രതിഫലം കിട്ടും. മാ ഖദ്ദമ മിൻ അഅമാലിഹി, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലം, അത് കിട്ടുന്ന വീടാണ് ദാറുൽ ജസാ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് ബർസഖിയായ ജീവിതം. എന്താണ് ബർസഖിയായ ജീവിതം? എന്താണ് മാ മഅനൽ ബർസഖ്? ബർസഖ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അൽ ഹാജിസു, തടസ്സം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അൽ ഹയാത്ത് ഫിൽ ഖബർ, ഖബറിലുള്ള ജീവിതം. ആദം നബി 4000 വർഷമായി ഖബറിലാണ്. ആ 4000 വർഷം എന്ന് പറയുന്നത് ബർസഖിയായ ജീവിതമാണ്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അന്ത്യനാൾ വരെ നിരന്തരമായി കിടക്കേണ്ടി വരുന്നത് ഖബറിലാണ്. എണ്ണപ്പെട്ട വർഷങ്ങളാണ് നമ്മൾ ഭൂമിയിൽ, പിന്നെ നമ്മൾ ഖബറാണ്. എന്നോ ക്രിസ്തുവിനും എത്രയോ വർഷം മുമ്പ് മരണപ്പെട്ട ആളുകളൊക്കെ ബർസഖിയായ ജീവിതം നയിക്കുകയാണ്. ഇനി നമ്മുടെ ഒരു വിശ്വാസ പ്രമാണമാണ് മാലാഖമാർ. മാലാഖമാരെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി വിശദമായി പഠിക്കണം. ആരാണ് മാലാഖമാർ? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വിഭാഗമാണ് മലക്കുകൾ. മനുഷ്യൻ മണ്ണിന്നുണ്ടായത്, മണ്ണിൻ്റെ പ്രകൃതിയ മനുഷ്യരുള്ളത്. എന്നാൽ മാലാഖമാർ പ്രകാശം കൊണ്ടാണ്. അവർക്ക് ഏത് നാട്ടിൽ ഏത് സമയത്തും എത്താൻ കഴിയും. പ്രകാശത്തിന് എത്രയോ കിലോമീറ്റർ, പ്രകാശവർഷം ദൂരെ സഞ്ചരിക്കാൻ കഴിയുന്ന ജീവികളാണ്. മൻഹുമുൽ മലായിക, ആരാ മാലാഖമാർ? ഹും മഖ്ലൂഖാത്തുൻ, അവർ സൃഷ്ടികളാണ്. ഒരുപക്ഷെ ശാസ്ത്രം ഇന്ന് ഏലിയൻസ് എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഈ മാലാഖമാരെ കുറിച്ചായിരിക്കാം. അന്യഗ്രഹ ജീവികൾ, അങ്ങോട്ടൊക്കെ ശാസ്ത്രം എത്തുമ്പോൾ ഇനിയും നൂറ്റാണ്ടുകൾ കഴിയും. ഹും മഖ്ലൂഖാത്തുൻ നൂറാനിയ, അവർ പ്രകാശം കൊണ്ടുണ്ടാക്കിയ സൃഷ്ടികളാണ്. ലൈസ കൽ ബശരി, അവർ മനുഷ്യരെ പോലെയല്ല. ലാ യഅസൂന അല്ലാഹ്, അള്ളാഹ് പറയും അള്ളാഹ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർ കൽപ്പിക്കപ്പെട്ടത് ഫുള്ള് ചെയ്യും. ഇനി അള്ളാഹു നേരിട്ടല്ല ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, മാലാഖമാർ വഴിയാണ്. അള്ളാഹു എല്ലാറ്റിനും ഒരു മാധ്യമം, ഒരു മീഡിയേറ്റർ സങ്കല്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹ് നേരിട്ടല്ല നമുക്ക് ഭക്ഷണം തരുന്നത്, മാലാഖമാർ വഴി. മാലാഖമാർ വഴി മഴ വർഷിപ്പിച്ച്, അങ്ങനെയാണ്. എല്ലാവരുടെയും വലിയ മലക്കുകളുടെ കരങ്ങളുണ്ട്. യഖൂമൂന, അവർ നിർവഹിക്കുന്നു. തസ്രീഫി ശുഊനി ആലം, ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട്. ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറയുന്നത്, ഈ ഭൂമി ആരാ നിയന്ത്രിക്കുന്നത്? മാലാഖമാരാണ്. പിന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അള്ളാഹു നേരിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. അൽ മുദബ്ബിറാത്തി അംറ, അപ്പോൾ മാലാഖമാരിലൂടെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി അവരുടെ പ്രവൃത്തി എന്താ? മാലാഖമാരുടെ ചില മാലാഖമാർ തസ്ബീഹ് ചൊല്ലാനുള്ളതാണ്, ചില മാലാഖമാർ വഹിയിറക്കാനുള്ളതാണ്,
ചില മാലാകന്മാരോ കിതാബത്തുൽ അമൽ, അമലുകൾ എഴുതി വെക്കാനുള്ളതാണ്. ചില മാലാകന്മാർ ഖബ്ദുർ റൂഹ്, മരിപ്പിക്കുന്ന അസ്രായിലുണ്ട്, റൂഹ് പിടിക്കുന്ന മലക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെയൊക്കെ പ്രവർത്തികൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് അള്ളാഹു മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ 1,00,000-ൽ പരം അമ്പിയാക്കളെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇതിൽ വ്യക്തമായ ഗ്രന്ഥം ഇറക്കിയത് കുറച്ച് പ്രവാചകന്മാർ മാത്രമേ ഉള്ളൂ. അൽ കുത്തുബുല്ലത്തി ഉൻസില, ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ആരൊക്കെയാണ്? ഇബ്രാഹിം നബിക്ക് ചില ഏടുകളാണ് ഇറങ്ങിയത്, സുഹഫ് ഇബ്രാഹിം. മൂസാ നബിക്കാണ് തൗറാത്ത് ഇറങ്ങിയത്. സബൂർ, ദാവൂദ് നബിക്ക് ഇറങ്ങിയ ഗ്രന്ഥമാണ് സബൂർ. ഇഞ്ചീലോ ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇറങ്ങിയതാണ്. ഖുർആാനോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് സ്റ്റാൻഡാണ് എടുക്കേണ്ടത്? മാഹുവ മൗഖിഫുൽ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ അഭിപ്രായം എന്താവണം? അനിൽ ഖുതുബി സാബിഖ, മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളെക്കുറിച്ച്. അലൽ മുഅ്മിനി, ഒരു സത്യവിശ്വാസിയുടെ മേൽ നിർബന്ധമാണ് അൽ ഈമാനു, വിശ്വസിക്കൽ, ബി ജമീഅൽ ഖുതുബി സാബിഖ, മുൻകഴിഞ്ഞ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇറങ്ങി എന്ന് വിശ്വസിക്കണം. എന്നാൽ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളെയൊന്നും അള്ളാഹു സംരക്ഷിച്ചില്ല, അല്ലെങ്കിൽ അതിലൊക്കെ മനുഷ്യൻ്റെ കൈകടത്തലുകൾ വന്നു, ബിംബാരാധന കടന്നുകൂടി. ഖുർആനെ മാത്രമാണ് അള്ളാഹു എന്ത് ചെയ്തത്? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. വഖദ് ഹറഫത്തിൽ കുതുബു സാബിഖ, മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിലൊക്കെ ബിഇദ്ഖാലി തഹരീഫാത്തിൻ, കൈകടത്തലുകൾ വന്നു, വ തബ്ദീലാത്തിൻ, മാറ്റത്തിരുത്തലുകളും വന്നു എന്നും നമ്മൾ വിശ്വസിക്കണം.